സൈബറിടത്തിൽ തരംഗമായ CJPക്ക് ഡൽഹിയിൽ നടത്തിയ ആദ്യ പ്രതിഷേധത്തിൽ പ്രതീക്ഷിച്ച ആൾക്കൂട്ടം സൃഷ്ടിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇടതു പാർട്ടികളുടേതടക്കം പിന്തുണയാർജിക്കാനും സമാധാനപരമായി പ്രതിഷേധം പൂർത്തിയാക്കാനും കഴിഞ്ഞത് അഭിജിത് ദീപ്കയുടെയും സംഘത്തിന്റെയും വിജയമാണ്. CJPയുടെ അടുത്ത നീക്കം എന്ത് എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. സൈബറിടത്തിൽ മണിക്കൂറുകൾ കൊണ്ട് 2.25 കോടിയിലേറെ പേരുടെ പിന്തുണയാർജിച്ചാണ് CJP വരവറിയിച്ചത്. പതിവ് ചട്ടങ്ങളെല്ലാം മാറ്റിവെച്ച് ഡൽഹി പോലീസ് സമരക്കാർക്കായി ജന്തർ മന്ദറിന്റെ വാതിൽ തുറന്നിട്ടതും വലിയ ജനപങ്കാളിത്തം പ്രതീക്ഷിച്ചാണ്. പ്രതീക്ഷിച്ച തരത്തിലുള്ള ആൾക്കൂട്ടം ജന്തർ മന്ദറിലെത്തിയില്ല. സംഘാടന പരിമിതി ഉള്ളതിനാൽ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആഹ്വാനം ഏറ്റെടുത്ത് മാത്രം എത്തിയവരാണെന്നാണ് CJPയുടെ വിശദീകരണം. തെരുവിലിറങ്ങാൻ താൽപര്യപ്പെടാത്ത പുതുതലമുറയുടെ സൈബർ പ്രതിഷേധം മാത്രമായി CJP ഒതുങ്ങിയെന്ന വിലയിരുത്തലുമുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്ന സമരത്തിന്റെ ഏക ആവശ്യത്തോട് സർക്കാർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആവശ്യം അംഗീകരിക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് അഭിജിത് ദീപ്കെ വ്യക്തമാക്കി. ये कोई सोशल मीडिया ट्रेंड नहीं है, ये एक आंदोलन है जिसकी आज शुरुआत हो चुकी है और आगे वाले टाइम में ये आंदोलन और आगे बढ़ता जाएगा, बड़ा होते जाएगा. मैं धर्मेंद्र प्रधान जी जो एजुकेशन मिनिस्टर है उनसे पूछना चाहता हूँ, आप जब तक रिजाइन नहीं करोगे तब तक हमारा मूवमेंट जारी रहेगा. इसके बाद हम ये मूवमेंट को देश भर में लेकर जाएंगे और ये मूवमेंट तब तक जारी रहेगा जब तक धर्मेंद्र प्रधान रिजाइन नहीं करते. ഉടൻ സംഘടനാഘടനയും ഭാരവാഹികളെയും തീരുമാനിക്കാനാകും CJPയുടെ അടുത്ത നീക്കം. സൈബറിടത്തും പുറത്തും യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സംഘടനയെ ശക്തമാക്കാനാണ് CJPയുടെ ലക്ഷ്യം. സംഘടനാപരമായി കരുത്താർജിച്ച ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കാനിടയുള്ളൂ. പാർട്ടികൾ ഇനിയും സൈബർ ഇടത്തിൽ തന്നെ തുടരുമോ അതോ രാഷ്ട്രീയ മുന്നേറ്റമായി മാറുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം. വിനീത VG 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.